ഹലോ ഹായ് നമസ്കാരം. നമ്മൾ ഈ വീഡിയോയിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പുറത്തുനിന്നുള്ള ചില ശബ്ദങ്ങൾ കേൾക്കാൻ സാധ്യതയുണ്ട്. ഞാൻ സ്ഥിരം വീഡിയോ ചെയ്യുന്ന ഒരു സ്ഥലത്തല്ല, ബാംഗ്ലൂരിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിലാണ്. അപ്പുറത്തുപ്പുറത്തൊക്കെ ആളുകളുണ്ട്. ഒരു ബാൽക്കണി സൈഡാണ്. അപ്പോൾ ഇവിടെ കുറേ ബഹളങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്, ക്ഷമിക്കുക കേട്ട് കഴിഞ്ഞാലും. ഈ ബോളിവുഡ് സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷുവിന് നമ്മൾ പൊട്ടിക്കുന്ന പടക്കം പോലെയാണ് എന്ന് പാണന്മാർ പാടി നടക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിൽ ചില നല്ല സിനിമകൾ ഉണ്ടാകുന്നുണ്ട്. ലാപ്പത്ത ലേഡീസ് എന്ന് പറയുന്ന സിനിമ അത് റിലീസായപ്പോൾ തിയേറ്ററിൽ കണ്ടിട്ട് ഞാൻ പറഞ്ഞിരുന്നത് നിങ്ങൾ മിസ്സാക്കാൻ പാടില്ല, നല്ലൊരു സിനിമയാണെന്ന്. ആ സിനിമ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ വന്നിട്ടുണ്ട്. മൈദാൻ എന്ന് പറയുന്ന സിനിമ അതിപ്പോഴും തിയേറ്ററിൽ ഓടുന്നുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടിരിക്കേണ്ട സിനിമകളുടെ കൂട്ടത്തിൽ പെടുത്തേണ്ട സിനിമയാട്ടോ. അത് തിയേറ്ററിൽ കാണണമെന്ന് ഞാൻ അത്ര നിർബന്ധിച്ചൊന്നും പറയില്ല. OTT-യിലാണെങ്കിലും അത് കാണാൻ ശ്രമിക്കേണ്ട സിനിമകളിൽ ഒന്നാണ്. അക്കൂട്ടത്തിലേക്ക് ചേർത്ത് വെക്കാവുന്ന മറ്റൊരു സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടു. വിദ്യാബാലൻ അതിലുണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് ആ സിനിമയുടെ ട്രെയിലറൊക്കെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം. വിദ്യാബാലൻ, ഇല്യാന ഡിക്രൂസ്, പ്രദീപ് ഗാന്ധി, സെന്തിൽ രാമമൂർത്തി തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്ന സിനിമയാണ്. ദോ ഓർ ദോ പ്യാർ എന്നാണ് സിനിമയുടെ പേര്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാം. ഞാൻ ഒരുപാട് മറ്റേ പോസിറ്റീവ് നെഗറ്റീവ് സാധനങ്ങളൊന്നും ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം സിനിമ വളരെ പെട്ടെന്ന് ചിലപ്പോൾ തിയേറ്ററിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട്. കൂടുതൽ ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നോ ചർച്ച ചെയ്യുന്നോ ഞാൻ എവിടെയും ഒരു ചർച്ചാ ഗ്രൂപ്പിലൊന്നും കണ്ടിട്ടില്ല. 40കളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന 38 വയസ്സിലേക്കൊക്കെ എത്തി നിൽക്കുന്ന പ്രണയിച്ച് വിവാഹം കഴിച്ച 2 പേർ അവരുടെ ജീവിതത്തിൽ ഏതോ ഒരു പോയിന്റിൽ വെച്ച് അവർക്ക് പരസ്പരമുള്ള ആകർഷണം നഷ്ടപ്പെട്ടു. പ്രണയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ എനിക്ക് ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ പറയാനുള്ളത് പരസ്പരമുള്ളൊരു ആകർഷണമാണ്. അതെല്ലാ കാലത്തും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ആളുകൾ, ഈ ആകർഷണം എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ കാറ്റഗറിക്ക് മാത്രമല്ല, പല രീതിയിൽ അവർ ആകർഷണം നിലനിൽക്കുമ്പോഴാണ്, അങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് മുന്നോട്ട് പോവുക. പക്ഷേ അത് നഷ്ടപ്പെട്ടു തുടങ്ങി എന്ന് പരസ്പരം വിശ്വസിച്ചിരുന്ന 2 പേർ അവർ വേറെ 2 പേരെ പാർട്ട്നേഴ്സായിട്ട് അവർ കണ്ടുമുട്ടുന്നു, പരിചയപ്പെടുന്നു, അവരുടെ ഒപ്പം ജീവിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഏകദേശം തീരുമാനിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഇവർ പരസ്പരം പറഞ്ഞിട്ടില്ല. ഇവർ പരസ്പരം പറയാൻ വേണ്ടി എടുക്കുന്ന സമയത്തിനിടയിൽ ചില കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കുഴഞ്ഞൊക്കെ ഇരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ആയിട്ട് സിനിമ മുന്നോട്ട് പോവാണ്. ഇടയ്ക്ക് ഒരു ഘട്ടത്തിൽ വെച്ച് ഏതൊരാൾക്കും പ്രതീക്ഷിക്കാവുന്നതുപോലെ അവരുടെ ആകർഷണത്തിൻ്റെ പോയിന്റിലേക്ക് അവർ ഈ ജിമ്മുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു മോട്ടിവേഷനിൽ ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇത് അവസാനിപ്പിക്കണം എന്ന് തോന്നുമ്പോൾ, അതായത് ജിമ്മിലെ പണി നിർത്തണം എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ ഇതെന്തിനായിരുന്നു തുടങ്ങിയത് എന്ന് ആലോചിക്കണം എന്നാണ്. നമ്മൾ ജിമ്മിലൊക്കെ പോകാൻ തീരുമാനിക്കുന്നത് നമ്മുടെ ശരീരം നന്നായിരിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടായിരിക്കുമല്ലോ. അത് തോന്നുമ്പോൾ നമുക്കിത് അവസാനിപ്പിക്കാനുള്ള ചിന്ത മനസ്സിൽ നിന്ന് മാറും എന്ന് പറയുന്ന പോലെ ഇവരിത് അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് ഇവരിത് എങ്ങനെ തുടങ്ങി എന്നുള്ള പോയിന്റിലേക്ക് അവർ വീണ്ടും വരികയാണ്. അതിനുശേഷമുള്ള ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺവെർസേഷൻസ് ഉള്ള, നല്ല മ്യൂസിക്കുള്ള, നല്ല രസമായിട്ട് മുന്നോട്ട് പോകുന്നൊരു സിനിമ. അതിൻ്റെ ക്ലൈമാക്സിൽ മാത്രമാണ് എനിക്ക് ഒരു ചെറിയ തൃപ്തിക്കുറവെന്നല്ല, എനിക്ക് അത്ര കൺവിൻസ്ഡ് ആയില്ല ആ ഒരു ക്ലൈമാക്സ് പോർഷൻ എന്ന് പറയുന്നത്. കാര്യം അങ്ങനെ തന്നെ ആവണമെന്നില്ലല്ലോ, തിരിച്ചുമൊക്കെ സംഭവിക്കാമല്ലോ. ആ ഒരു കാര്യം മാറ്റി നിർത്തിയാൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്ത, ഭയങ്കര ഒരു രസം തോന്നിയ, ഒരു ഓളം തോന്നിയ ഒരു സിനിമയാണ്. ഒരു പക്ഷേ അതിൻ്റെ OTT റിലീസിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ടാവും. ഈ മനുഷ്യരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ ആ സിനിമയുടെ പ്രൊമോഷൻ്റെ സമയത്ത് വിദ്യാബാലൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ റീൽസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കുറേ ആളുകൾ അത് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സിനിമയിൽ അതിൻ്റെ ഒരുപാട് എലമെൻറ്റുകൾ പറയുന്നുണ്ട്. നിങ്ങൾ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന 2 പേരാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പാർട്ട്ണറിലേക്ക് ലാൻഡ് ചെയ്യാനുള്ളൊരു തീരുമാനം, പ്രപ്പോസ് ചെയ്ത് ഒരുമിച്ച് ജീവിക്കാനുള്ളൊരു തീരുമാനം, അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് അടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരുമിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുന്നു, എവിടെയോ എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ്റെ പ്രശ്നമുണ്ട് എന്നൊക്കെ തോന്നുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ ഒന്ന് കണ്ടു നോക്കണം. ഞാൻ പറയുന്നത് ഇത് നിങ്ങളെ എല്ലാ തീരുമാനവും മാറ്റിമറിക്കും ഭയങ്കര സംഭവം എന്നല്ല, ഒന്ന് കണ്ടു നോക്കുന്നേ, വെറുതെ നിങ്ങൾ കണ്ടു നോക്ക്. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഈ സിനിമ ടച്ച് ആവും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റി. ഞാൻ സംസാരിച്ചിട്ടുള്ള എത്രയോ ആളുകളുടെ ജീവിതാനുഭവങ്ങളുടെ, ഒരുപാട് പേരുടെ ഓർമ്മകളിലൂടെ അവരൊക്കെ പറഞ്ഞിട്ടുള്ള ഒത്തിരി കാര്യങ്ങളെ കണക്ട് ചെയ്ത് എനിക്ക് ഈ ജീവിതങ്ങളെ റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ബ്യൂട്ടിഫുൾ എന്നെനിക്ക് പറയാൻ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമേ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഈ ബോളിവുഡ് സിനിമാക്കാർ സൗത്ത് ഇന്ത്യ മനസ്സിലാക്കിയിട്ടുള്ളതിൻ്റെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. അതൊക്കെ ഒന്ന് നമുക്ക് ഒഴിവാക്കി വിടാവുന്നല്ലോ, ഒന്നും വലിയ ഇഷ്യൂ ഉള്ള കാര്യമല്ല. ഈ റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ടുള്ള കോൺവെർസേഷൻസും ഇൻസിഡൻസും ഒക്കെയാണ് എനിക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയത്. ഒന്ന് കണ്ടു നോക്കും എന്നാണ് ഞാൻ ഈ സിനിമയെക്കുറിച്ച് നിങ്ങളോട് പറയുന്നത്, സജസ്റ്റ് ചെയ്യുന്നത്. സിനിമ റിവ്യൂ എന്ന് പറയുന്ന രീതിയിൽ അങ്ങനെ എടുക്കേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു സജഷനാണ്. അതും ഞാൻ പറയുന്നു, തിയേറ്ററിൽ മസ്റ്റ് വാച്ച് എന്ന് ഞാൻ പറയില്ല, അല്ലെങ്കിൽ തിയേറ്ററിക്കൽ എലമെൻറ്റ് അങ്ങനെയൊന്നുമല്ല. പക്ഷേ OTT പ്ലാറ്റ്ഫോമിൽ വന്നതിന് ശേഷമാണ്, അപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ സിനിമ കാണാൻ ശ്രമിക്കുന്നതെങ്കിൽ നല്ല ഹെഡ്ഫോണൊക്കെ വെച്ച് അതിൻ്റെ കണ്ടിന്യൂറ്റി മിസ്സാവാതെ കാണാൻ ശ്രമിക്കുക. ഇടയ്ക്ക് വെച്ച് ബ്രേക്കായി വേറെ വഴിക്ക് പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ കണക്ഷൻ കിട്ടണം എന്നില്ല. സോ അതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ട ആളാണെങ്കിൽ, അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോമിൽ വന്നതിന് ശേഷമാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ, സിനിമ കണ്ടതിന് ശേഷമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ആരെയും കുറ്റപ്പെടുത്താതെ
എല്ലാ മനുഷ്യൻ്റെ ചേതോ വികാരങ്ങളെയും എല്ലാത്തരം വികാരങ്ങളെയും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വളരെ രസമായിട്ട് മുന്നോട്ട് പോകുന്ന വളരെ റിലാക്സിങ് ആയിട്ടുള്ള ഒരു വെറുപ്പിക്കലും ഇല്ലാത്തൊരു സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ശരി.